മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ദുരന്ത നിവാരണ സേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയരുന്ന സാഹചര്യവും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അമൽ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അമൽ, ചൂട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്, ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഏതെല്ലാം ജില്ലകളിലാണ് ഇന്ന് ചൂട് അധികമായി അനുഭവപ്പെടുക? ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ചൂട് തന്നെയായിരിക്കും. എല്ലാ ജില്ലകളിലും ശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കും. സംസ്ഥാനത്ത് ചൂടിന്റെ ആഘാതം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 6 ജില്ലകളിൽ താപനില ഇനിയും ഉയർന്നേൽക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10ലധികം സ്ഥലത്ത് തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുന്ന 20, 21 തീയതികളിൽ ചില സ്ഥലങ്ങളിൽ, അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന ജില്ലകൾ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, കോട്ടയം, ആലപ്പുഴ എന്നീ 6 ജില്ലകളിലാണ് താപനില ഇനിയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസിന് അടുത്താകും താപനില എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് ജില്ലകളായ, അതായത് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന മറ്റ് ജില്ലകളായ തൃശ്ശൂര്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രിക്ക് അടുത്ത് ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് ഉയരാനും സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവചനമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണ നിലയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണ് ഈ ജില്ലകളിൽ അനുഭവപ്പെടുന്ന ചൂട്. അതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നാണ് ഇവിടെ ഈ ഒരു ജില്ലകളിൽ കൊടുത്ത നിർദ്ദേശം. അതായത് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു കൂലിപ്പണിക്കും മറ്റും പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവർ പ്രധാനമായും ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഉച്ച സമയങ്ങളിലും ഒപ്പം തന്നെ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ വേണ്ട മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കി മറ്റ് ചൂട് കുറവുള്ള സമയങ്ങളിൽ മാത്രം പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വേനൽ മഴയ്ക്ക്, അതായത് വേനൽ മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ തോത് ഇനിയും ഉയർന്നേക്കും. വേനൽ മഴയിൽ 42% ആണ് കുറവ് രേഖപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കണക്കാക്കുന്നത്. വലിയ മഴ പെയ്യാതെ കേരളത്തിൽ അനുഭവപ്പെടുന്ന ചൂടിന് അയവ് വരണമെന്നുമില്ല. അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള മഴയ്ക്ക് ചൂടിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ശക്തമായ മഴ, തുടർച്ചയായ ദിവസങ്ങളുള്ള മഴ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ ഒരു അതിഭയങ്കരമായ ചൂടിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഈ വരുന്ന 20, 21 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മഴയ്ക്ക് ഈ ഒരു കേരളത്തിലെ ഈ ഒരു ചൂടിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമോ എന്നത് സംശയം തന്നെയാണ്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ ഉണ്ടാവുന്ന മഴയ്ക്ക് ഈ അതിഭയങ്കരമായ ചൂടിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി സാധിക്കില്ല. ശക്തമായ മഴയുണ്ടെങ്കിൽ മാത്രമേ അത് ഈ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രധാനമായും ഇപ്പോൾ ഈ ഇപ്പോൾ പുറത്തിറങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഈ ഒരു ചൂട് കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ചൂട് കുറവുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ചൂടിൽ നിന്നും രക്ഷ നേടണമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. അതിശക്തമായിട്ടുള്ള ചൂട് തുടരുന്ന ഒരു സാഹചര്യമാണ്. ചൂടിൻ്റെ ആഘാതം കൂടുന്ന സാഹചര്യമുണ്ട്. 6 ജില്ലകളിൽ താപനില ഉയർന്നു നിൽക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള അധികൃതർ നൽകുന്നുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ
നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതിനുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വേനൽ മഴയുടെ പ്രതീക്ഷയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും അമൽ.